48ാമത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷങ്ങളുമായി തീരസംരക്ഷണ സേന. കോസ്റ്റ് ഗാർഡ് കേരള മാഹി കമാൻഡറായ DIG N രവിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി. കോസ്റ്റ് ഗാർഡിന്റെ പ്രൗഢി വിളിച്ചോതുന്ന നിരവധി അഭ്യാസ പ്രകടനങ്ങളാണ് വിശിഷ്ടാതിഥികൾക്കായി ഒരുക്കിയത്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങളും കടൽ കൊള്ളക്കാരെ തടയുന്നതുൾപ്പെടെ കോസ്റ്റ് ഗാർഡിന്റെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ കാണികളിൽ കൗതുകവും അഭിമാനവും ഉണർത്തുന്നതായിരുന്നു. തീരസംരക്ഷണ സേനയുടെ സമൃദ്ധ, സക്ഷം, സാരഥി എന്നീ 3 കപ്പലുകൾ ഉൾക്കടലിലെത്തിയതോടെ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കപ്പലുകളെ വലം വെച്ചു. പിന്നീട് കണ്ടത് കോസ്റ്റ് ഗാർഡിന്റെ മികവ് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ. ഉൾക്കടലിലെ കപ്പലിൽ നിന്നും തുരുതുരാ വെടിവെപ്പ്. ബന്ദികളാക്കപ്പെട്ടവർ അതിവേഗം എയർലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കാവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുന്നു. കപ്പലിൽ കയറിയ കടൽ കൊള്ളക്കാരെ അതിവേഗം കീഴടക്കുന്ന ദൃശ്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു തീരസംരക്ഷണ സേന. 20 നോട്ടിക്കൽ മൈൽ അകലങ്ങളിലായി 3 മണിക്കൂറിലേറെ നീണ്ടുനിന്നു ആഴക്കടലിലെ ഈ പ്രകടനം. കോസ്റ്റ് ഗാർഡിന്റെ 48ാമത് റേസിംഗ് ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ. അടിയന്തര ഘട്ടങ്ങളിൽ ശത്രുക്കളെ നേരിടുന്നതും കടലിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതുമടക്കമുള്ള തീരസംരക്ഷണ സേനയുടെ കരുത്ത് വിളിച്ചോതുന്ന പ്രകടന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ, ഡോർണിയർ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റുകൾ എന്നിവ അഭ്യാസ പ്രകടനത്തിൽ പങ്കാളികളായി. കേരള മാഹി കോസ്റ്റ് ഗാർഡ് കമാൻഡറായ DIG N രവിയുടെ നേതൃത്വത്തിലാണ് ഗവർണർക്ക് സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഏറ്റവും അധികം വിപുലമായ കളക്ഷനുകളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജയ്ക്കോ ജ്വൽ ഫെബ്രുവരി 8-ാം തീയതി മുതൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ ഉദ്ഘാടനം ചെയ്തു.